അപ്പോൾ ഒരാൾ വന്ന് എണീറ്റ് നിന്നിട്ട് പറഞ്ഞ് സ്റ്റീൽ ഡോർ ഇടിപൊട്ടി പോകും, അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു എക്സിബിഷനിൽ അവിടെ ഒരു സ്പീച്ച് ഇങ്ങനെ നടന്നു കൊടുക്കുക. അപ്പോൾ എക്സിബിഷനിൽ ഇങ്ങനെ ചെറിയ ചെറിയ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഇന്റീരിയർ വന്നിട്ട് ഇങ്ങനെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഡിസ്കഷനായി. ഡിസ്കഷൻ ആയപ്പോൾ ഈ വന്നിരിക്കുന്ന കസ്റ്റമർ തന്നെയാണ് ഡിസ്കഷൻ ചെയ്യുന്നത്. ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ സ്റ്റീൽ ഡോറിന്റെ സെക്ഷൻ എത്തി, ഡോറിന്റെ സെക്ഷൻ പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ എത്തി. അപ്പോൾ ഒരാൾ വന്ന് എണീറ്റ് നിന്നിട്ട് പറഞ്ഞ് സ്റ്റീൽ ഡോർ ഇടിപൊട്ടി പോകും, അത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ആർക്കിടെക്റ്റാണ് അത് ലീഡ് ചെയ്യുന്നത് ഈ ഡിസ്കഷൻ. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരാൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞിട്ട്, ഞാൻ എൻ്റെ വീട്ടിൽ സ്റ്റീൽ ഡോറാണ് വെച്ചത്, എന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു 8-9 കൊല്ലായി. അയാൾ ഭയങ്കര രീതിയിലാണ് പറഞ്ഞത്, 8-9 കൊല്ലായി എന്റെ വീട്ടിൽ ഇതുവരെ ഇടി വെട്ടി പോയില്ല, പക്ഷെ എന്റെ വീട്ടിൽ 2 തെങ്ങും ഒരു തേക്കൊക്കെ ഇടി വെട്ടി പോയിട്ടായിരുന്നു. അപ്പൊ മരാണ് ഇടിവെട്ടി പോയെന്നാണ് പുള്ളി പറഞ്ഞത്. അതെനിക്ക് ഭയങ്കര ക്യാച്ചായി ആ സാധനം. അപ്പം ശരിക്കും അങ്ങനെ ഇല്ല. അപ്പൊ നമ്മളെ പണ്ടൊക്കെ അറിയോ നമ്മളെ ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ഏതാന്നുള്ളത്? പുതിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതെ, ഇപ്പൊ ഒരുവിധം ബിൽഡിങ്സ് ഒക്കെ സ്റ്റീൽ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ വാദത്തിനൊന്നും പ്രത്യേകിച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തീരാവുന്ന കേസ് സംഗതി.